നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. തെക്ക് കിഴക്ക് മൂലയ്ക്കാണ് അഗ്നികോൺ എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്ര സംബന്ധമായി വീടിന്റെ ആണെങ്കിലും പുരയിടത്തിന്റെ ആണെങ്കിലും അഗ്നികോൺ ഏറ്റവും പ്രധാനമാണ്. അഗ്നികോണിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അഗ്നികോൺ വേണ്ട രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് വളരെയേറെ നേട്ടങ്ങളും ഉണ്ടാകും. വാസ്തുശാസ്ത്രപരമായിട്ട് അഗ്നികോണിന്റെ പ്രാധാന്യത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് അഗ്നികോൺ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്കൊന്ന് പങ്കുവെക്കാം. നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ട വീടിന്റെ അഗ്നിമൂലയെ കുറിച്ചാണ്. അഗ്നിമൂല എന്നാൽ തെക്ക് കിഴക്ക് മൂല എന്നർത്ഥം. ഇത് അഗ്നിയുടെ ഭാഗമാണ്. അഗ്നികാരകത്വമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ്. അതായത് അടുക്കള പോലെയുള്ള കാര്യങ്ങൾക്ക് ശുഭമാണ്. ഈ സ്ഥലത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീടിന്റെ മൊത്തം അഗ്നിമൂല ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഓരോ മുറിയുടെയും അഗ്നിമൂലയും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് അഗ്നി തത്വത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും. അഗ്നിയെ നല്ല രീതിയിൽ പ്രീതിപ്പെടുത്തിയാൽ നല്ല സദ്ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യവും സന്തോഷവും ആരോഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും സന്തുഷ്ടമായിട്ടുള്ള ദാമ്പത്യ ജീവിതവും ഒക്കെ അഗ്നിമൂല ക്രമപ്പെടുത്തുന്നതിലൂടെ ആ ഗൃഹത്തിലെ അന്തേവാസികൾക്ക് ലഭിക്കും. എന്നാൽ ഇതിനൊന്നും അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. എന്നാൽ പലരും വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. തെക്ക് കിഴക്കേ മൂലയിൽ ഇരുട്ട് ബാധിക്കാത്ത രീതിയിൽ ഒരു സ്പോട്ട് ലൈറ്റോ മറ്റോ കൊടുത്താൽ അത് വളരെ ഐശ്വര്യത്തെ നൽകും. അതല്ലാത്ത പക്ഷം വിളക്കോ പരമ്പരാഗത രീതിയിൽ തിരിയിട്ട് കത്തിക്കുന്ന ദീപമോ ഏതെങ്കിലുമൊക്കെ സ്ഥാപിക്കാവുന്നതാണ്. അടുക്കള ഇല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അഗ്നി ഊർജത്തെ അവിടെ ക്രമീകരിക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിളക്കാണ് കൊളുത്തി വെക്കുന്നതെങ്കിൽ വിളക്കിന്റെ ജാല മേൽക്കൂരയ്ക്ക് അഭിമുഖമായി മുകളിലേക്ക് എരിയണം എന്നാണ്. കൂടാതെ അഗ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഈ അഗ്നി മൂലയിലുള്ള മുറിയിൽ സ്ഥാപിക്കുന്നത് ഉത്തമമാണ്. ടെലിവിഷൻ, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, മൈക്രോവേവ് ഓവൻ, റേഡിയോ തുടങ്ങിയവയ്ക്കൊക്കെ വെക്കുന്നതിനും അതൊക്കെ ഉപയോഗിക്കുന്നതിനും അഗ്നി മൂലയിലെ മുറിയാണ് ഏറ്റവും ശുഭമായിട്ടുള്ളത്. ഇത് ഭാരതീയ ശാസ്ത്രത്തിലും ഉണ്ട്, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നെരിപ്പോടുകൾ, തണുപ്പുള്ള രാജ്യങ്ങളിൽ നെരിപ്പോടുകൾ സൂക്ഷിക്കുന്നത് ഈ അഗ്നി മൂലയിലുള്ള മുറിയിലാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യയ്ക്ക് പുകയിടുന്ന ശീലമുണ്ടെങ്കിൽ അതിനും അഗ്നിമൂലയിലാണ് വെക്കുന്നതിന് ഉത്തമം. അതായത് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്ന കാര്യമാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം അഗ്നിമൂല തന്നെയാണ്. ഇത്തരത്തിൽ അഗ്നിമൂലയെ ഉത്തേജിപ്പിച്ചാൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഐശ്വര്യവും സമ്പത്തും സന്തോഷവും തുടങ്ങി സർവ്വവിധ കാര്യങ്ങളും നമുക്ക് ഏറെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കരസ്ഥമാക്കാനും സാധിക്കും. അഗ്നിമൂല അഥവാ തെക്കിഴക്ക് മൂലയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിരവധിയായിട്ടുള്ള ആൾക്കാർ ഗ്രഹ ആരംഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പൂജകളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. പലർക്കും സംശയമാണ്. അത്തരത്തിലുള്ള ഒരു സംശയ നിവൃത്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ഗ്രഹ ആരംഭവുമായി ബന്ധപ്പെട്ട് വാസ്തുപൂജ നടത്താവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഗ്രഹപ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പൂജകളെ നടത്താവുന്നതാണ്. അത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിന്റെ പ്രാധാന്യം എന്നിവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വാസ്തുബലി എന്ന കർമ്മമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഗൃഹപ്രവേശത്തിന് തലേ ദിവസം രാത്രിയിലാണ് വാസ്തുബലി ചെയ്യേണ്ടത്. വാസ്തുപുരുഷനെ പ്രീതിപ്പെടുത്താനുള്ള പൂജ തന്നെയാണ് വാസ്തുബലി. 67 പിണ്ടങ്ങൾ വെച്ച് വിപുലമായിട്ടുള്ള രീതിയിലാണ് വാസ്തുബലി നടത്തുന്നത്. സാധാരണ വൈഷ്ണവ പൂജ അറിയാവുന്ന തന്ത്രിമാരോ കർമ്മികളോ ഈ വാസ്തുബലി ചെയ്യേണ്ടതാണ്. വാസ്തുബലി ചില സ്ഥലങ്ങളിലൊക്കെ കട്ടളവെപ്പിന് ശേഷം നടത്താറുമുണ്ട്. അങ്ങനെ വാസ്തുബലി നടത്തുന്ന പക്ഷം അതിനുശേഷം ബാക്കിയുള്ള പണികളൊക്കെ തുടർന്ന് നടത്താവുന്നതാണ്. എന്നാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വാസ്തുബലി ഗ്രഹ ആരംഭത്തിന് തൊട്ടു മുമ്പുള്ള രാത്രിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പഞ്ചശിരസ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കട്ടിളപ്പടിയുടെ അടിയിലായിട്ട് ഒഴിച്ചിടേണ്ടതാണ്. പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് മർമ്മദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. മുമ്പൊരു വീഡിയോ ഇത്തരത്തിൽ പഞ്ചശിരസിനെ കുറിച്ച് ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു വീഡിയോ ചെയ്യാം. അതോടൊപ്പം ഗ്രഹപ്രവേശ ദിവസം കാലത്ത് ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. ഗണപതി ഹോമം, സുദർശന ഹോമം
ഗൃഹപ്രവേശന ദിവസം രാത്രിയിൽ ഭഗവതി സേവ എന്നിവയും നടത്താറുണ്ട്. ഇതെല്ലാം അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നടത്തുക. 10,000 ചെലവ് വരുന്നതാണ്. അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വേണം ഇത്തരം കാര്യങ്ങളെ ചെയ്യാൻ. ശക്തിക്കൊത്ത വഴിപാട് എന്നാണ് പറയുന്നത്. സാമ്പത്തിക സ്ഥിതി കുറവുള്ളവർ അതിന് പകരമായിട്ട് ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക. വാസ്തുബലി, പഞ്ചശിര സ്ഥാപനം, ഗണപതി ഹോമം, സുദർശന ഹോമം, ഭഗവതി സേവ എന്നീ കാര്യങ്ങളും അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക എന്നിങ്ങനെയാണ് ഗൃഹപ്രവേശത്തിന് അതിനോടനുബന്ധിച്ച് നടത്തേണ്ട പൂജകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. നേരിട്ടും ഓൺലൈനിലും കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ ഫോൺ നമ്പർ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നതാണ്. ശിലാസ്ഥാപനം അഥവാ കല്ലിടിയിൽ എന്ന കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയേണ്ട ഏകദേശ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശിലാസ്ഥാപനം നടത്തേണ്ടത് നല്ലൊരു മുഹൂർത്തത്തിലായിരിക്കണം. അതിനായിട്ട് നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് നല്ല മുഹൂർത്തം കണ്ടെത്തേണ്ടതാണ്. വീടുപണി അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളും അതിനുശേഷം വീട്ടിന്റെ ശുഭാശുഭങ്ങളും എല്ലാം ഗൃഹാരംഭം അഥവാ കല്ലിടിലിന്റെ മുഹൂർത്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഉത്തമമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലായിരിക്കണം കല്ലിടേണ്ടത്. പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ് കല്ലിടേണ്ടത് ആരാണ് എന്നുള്ളതാണ്. വീട്ടിലെ കാരണവർ ആരാണോ അവർക്കാണ് കല്ലിടാനുള്ള അവകാശം. അതായത് വീട് വെക്കാൻ ഒരു യുവാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ യുവാവിന്റെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തുള്ള അതേപോലെ അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലുമോ കല്ലിടാവുന്നതാണ്. അതല്ല എങ്കിൽ സമൂഹത്തിലുള്ള ഉന്നത സ്ഥാനത്തുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളോ നല്ല ആചാര്യന്മാരോ ഗുരുക്കന്മാരോ ഒക്കെ കല്ലിടുന്നതും ഉത്തമമാണ്. കല്ലിടുന്ന ശിലയെ വിധിപ്രകാരം പൂജ ചെയ്തു വേണം സ്ഥാപിക്കുവാൻ. പ്രാദേശികമായി ദേശദേവതയ്ക്കും കുടുംബ ദേവതകൾക്കുമൊക്കെ അത്യാവശ്യം വഴിപാടുകളെ ചെയ്തിട്ട് കല്ലിടുന്നത് ഗുണപ്രദമാണ്. കല്ലിടുമ്പോൾ അതായത് ഗൃഹാരംഭത്തിൽ നടത്തേണ്ടതായിട്ടുള്ള പൂജ ഉത്തമനായിട്ടുള്ള ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതല്ലാത്ത പക്ഷം ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേസ്തരി അഥവാ ശില്പിക്ക് ചെയ്യാവുന്നതാണ്. പ്രാദേശികമായിട്ടുള്ള ഓരോരുത്തരുടെയും സാമ്പത്തികത്തിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ നിർമ്മാണം കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ അകത്തായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള മണ്ണ് നിറയ്ക്കേണ്ടതാണ്. മണ്ണ് നിറച്ചതിന് ശേഷം ചെറിയൊരു ഇടവേള കൊടുക്കുന്നത് അടിത്തറയ്ക്ക് ഗുണപ്രദമാണ്, ബലം നൽകും. ഈ സമയം നഷ്ടപ്പെടുത്താതെ ജനൽ, കട്ടള തുടങ്ങിയ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ജനൽ, കട്ടള തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും പഴയ തടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പ്രതിപാദിക്കുന്നത്. പുതിയ തടിയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യം. തേക്ക്, പ്ലാവ്, അനിലി, മഹാഗണി തുടങ്ങിയ അനുകൂല ഊർജത്തെ നൽകുന്ന തടികൾ ഉപയോഗിക്കാവുന്നതാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ വീടിന്റെ ജനൽ, കട്ടള എന്നിവയ്ക്കെല്ലാം ഏതെങ്കിലും ഒരു തടി തിരഞ്ഞെടുക്കുന്നത് ഉത്തമമായിട്ടാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഏതെങ്കിലും 2 തരത്തിലുള്ള തടികളെ തിരഞ്ഞെടുക്കാം. അതിലധികം തടികൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നില്ല. കട്ടിളപ്പടിയും പ്രധാന ഡോറും ഒരു തടിയിൽ തീർത്തതായിരിക്കണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഗൃഹാരംഭം എന്ന് പറയുന്നത് കല്ലിടിയിൽ തന്നെയാണ്, അതായത് ശിലാസ്ഥാപന കർമ്മം എന്ന് പറയാം. ഈ ശിലാസ്ഥാപന കർമ്മത്തിന് ഏതെങ്കിലും ഉത്തമനായിട്ടുള്ള വ്യക്തിയെ വീടിന്റെ കാരണവർക്ക് തന്നെ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഉത്തമമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ കട്ടിള വയ്പ് എന്ന ചടങ്ങിലേക്ക് കടക്കാവുന്നതാണ്. കട്ടിള വയ്പ് ചടങ്ങിനെ കുറിച്ച് മറ്റൊരു പ്രത്യേക വീഡിയോ നമുക്ക് ചെയ്യാം. അത് പ്രത്യേകമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉപായങ്ങൾ ലളിതമായിട്ട് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വരെ അതിനകത്ത് ലളിതമായിട്ടുള്ള ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖം നോക്കുന്ന കണ്ണാടി, അതുമൂലം നിരവധിയായിട്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് ലളിതമായിട്ട് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മനഃശാസ്ത്രകാരന്മാരും അത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അവരും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉപദേശിക്കാറുണ്ട്. ഉദാഹരണത്തിന് പൊതുവേദികളിലൊക്കെ സംസാരിക്കാൻ മടിയുള്ളവർ കണ്ണാടിയിൽ നോക്കി സംസാരിച്ച് പരിശീലനം നടത്താം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു കാര്യമാണ്. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കണ്ണാടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ലാൽ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് ഒരു കാര്യസാധ്യം
നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് കണ്ണാടി എടുത്തു വെച്ച് നോക്കി അതിനാവശ്യമായിട്ടുള്ള മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യസാധ്യം നേടാൻ പറ്റുമെന്നാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കാനും ഇത്തരത്തിൽ നമുക്ക് മന്ത്രത്തെയും കണ്ണാടിയെയും ഒന്നിച്ച് ഉപയോഗിക്കാം. ബുദ്ധി, ശക്തി, സൗന്ദര്യം, ആത്മവിശ്വാസം ഇവയെല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടാതെ തന്നെ നമ്മുടെ മറ്റ് വിവിധമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും നമുക്ക് കണ്ണാടി ഉപയോഗിക്കാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക വഴി സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ആന്തരികമായിട്ടുള്ള സൗന്ദര്യം കൂടി വർദ്ധിപ്പിക്കാനും അതുവഴി പ്രയോജനപ്പെടുമെന്നാണ് വിശ്വാസം. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കാമെന്നാണ് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. കണ്ണാടി നോക്കി ഒരു 5 മിനിറ്റ് നേരം മന്ത്രജപം നടത്തുക, നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് യോജിച്ച മന്ത്രത്തെ ജപിക്കുക എന്നാണ് ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി 41 ദിവസം നമ്മുടെ ആവശ്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മന്ത്രജപത്തോടും നമ്മുടെ ആവശ്യങ്ങൾ കണ്ണാടിയിൽ മുഖാമുഖം നോക്കിക്കൊണ്ട് അത് നടക്കുന്നതായിട്ട് പറയുകയും സങ്കല്പിക്കുകയും ചെയ്യുന്നത് വഴി ഉറപ്പായിട്ടും ആ കാര്യസാധ്യം ഉണ്ടാകുമെന്നാണ് പ്രശസ്തമായ ഗ്രന്ഥമായിട്ടുള്ള ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇത്തരത്തിൽ ഒരു ഉപാസന പോലെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. തെറ്റായ കാര്യങ്ങൾക്ക്, അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തെ പ്രയോജനപ്പെടുത്താൻ പാടില്ല എന്നാണ്. കുളിച്ച് വൃത്തിയായതിനു ശേഷം നമുക്ക് ഈ കർമ്മം ആരംഭിക്കാം. മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് നാശം വരുത്തുന്ന കാര്യങ്ങളും ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള സമയത്ത് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാം. അതായത് എല്ലാ വിധത്തിലുമുള്ള ദുഷ്ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് വേണം ഇത്തരം നമ്മുടെ കാര്യസാധ്യത്തെ സമീപിക്കുവാൻ. അതോടൊപ്പം ഒരിക്കലും കരഞ്ഞുകൊണ്ടോ ദുഃഖിച്ചോ ഒക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. സന്തോഷമായിട്ട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഉപാസനാ മാർഗത്തിലേക്ക് കടക്കുവാൻ. ഇതൊരു ഉപാസന തന്നെയാണ്. കിഴക്ക് ദിക്കിലേക്കോ വടക്ക് ദിക്കിലേക്കോ നോക്കിയിരുന്നുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാം. മറ്റു ദിക്കുകളിലേക്ക് പാടില്ല. ഏകാഗ്രത കാത്തു സൂക്ഷിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഇത് ചെയ്യുന്നത്. ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കണം, മനസ്സും ശാന്തമായിരിക്കണം, കൂടാതെ സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. വെറും തറയിൽ ഇരിക്കാൻ പാടില്ല. പായോ ടവലോ ഒക്കെ വിരിച്ചിട്ടുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. കറുത്ത പാടുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പൊട്ടിയതോ കേടുപാടുകൾ വന്നതായിട്ടുള്ള കണ്ണാടി ഉപയോഗിക്കാൻ പാടില്ല. മുഖം നോക്കുന്ന ഒരു ചെറിയ കണ്ണാടി മുന്നിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാം. ഇത്തരത്തിൽ മുഖം നോക്കുന്ന കണ്ണാടി എടുത്തുകൊണ്ട് ദിവസവും ഒരേ സമയത്ത് ഈ പ്രാർത്ഥനയും നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതും ചെയ്യേണ്ടതാണ്. ഇതിനായി ഒരു പുതിയ കണ്ണാടി ചതുരാകൃതിയിലുള്ളത് വാങ്ങിക്കുന്നത് തന്നെയാണ് ഉത്തമം. എല്ലാ ദിവസവും കാലത്ത് കുളി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒരേ സമയത്ത് തന്നെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. നമ്മുടെ ഏത് തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു വിഷയം സമീപിക്കാവുന്നതാണ്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരാൾക്ക് തൊഴിൽ വേണം എന്നുണ്ടെങ്കിൽ, നല്ല തൊഴിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഏതെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലാം. രാജഗോപാല മന്ത്രമോ തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ദേവതയുടെ മന്ത്രമോ തൊഴിൽ ലാഭത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ പ്രയോജനപ്പെടുത്താം. നമ്മുടെ മുഖത്തേക്ക് കണ്ണാടിയിൽ കാണുന്ന അവരവരുടെ പ്രതിബിംബത്തിന്റെ പുരികത്തിന് ഭ്രൂമധ്യത്തിലേക്ക്, അതായത് 2 പുരികങ്ങളുടെയും ഇടയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഈ മന്ത്രം ജപിക്കുകയും നമ്മുടെ ആവശ്യം പറയുകയും ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ അത്തരത്തിൽ അനുയോജ്യമായിട്ടുള്ള മന്ത്രത്തെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ്. പഴയ കാലത്ത് ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാനും ഒക്കെ ഉള്ള കഴിവും വ്യക്തിത്വവും ഒക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രത്തെ കൂടി നമുക്ക് ഇതിൽ ഒന്ന് പരിചയപ്പെടാം. ശ്രീം മുഖവശ്യം ശ്രീം നേത്ര സർവജനവശ്യം എന്ന മന്ത്രമാണ് അതിനായിട്ട് ജപിക്കേണ്ടത്. 41 ദിവസവും ഇത്തരത്തിൽ നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ, ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് മുഖസൗന്ദര്യവും ഒക്കെ വർദ്ധിച്ച് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ടാണ് ഈ മന്ത്രം പ്രയോഗിക്കേണ്ടത്. ഇതേപോലെ തന്നെ എന്തു തന്നെ ആകട്ടെ, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനായിട്ടാണ് എങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രത്തെ ജപിക്കാം. കാര്യങ്ങൾക്കൊക്കെ തടസ്സത്തിനും നമ്മുടെ ഭയാശങ്കകളൊക്കെ വിട്ടുമാറുന്നതിനും ഓം ഹനുമതേ നമഃ എന്ന മന്ത്രത്തെ ചൊല്ലാം. അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് എന്തുമാകട്ടെ അനുയോജ്യമായിട്ടുള്ള ഒരു മന്ത്രം തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ ചാനലിൽ നിരവധിയായിട്ടുള്ള ഓരോ ആവശ്യത്തിനും പ്രത്യേകം മന്ത്രങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ കേട്ട് പഠിച്ചുകൊണ്ട് ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുക. ധാർമ്മികമായിരിക്കണം എന്ന് മാത്രം. അതിന് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. കണ്ണാടിയിൽ നോക്കി നമുക്ക് നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കാം,
മനഃശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള സംശയങ്ങൾ പല പ്രേക്ഷകരല്ലാത്തവരും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് കട്ടിള വെപ്പ് ചടങ്ങ് എങ്ങനെ നടത്തണം എന്നുള്ളതാണ്. പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഗൃഹ നിർമ്മാണ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കോൺട്രാക്ടർ, മേസ്ത്രിമാർ എന്നിവർക്ക് പോലും ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള ചടങ്ങുകളെ കുറിച്ച് ധാരണക്കുറവുണ്ട്. അങ്ങനെയുള്ളവർക്കും വീട് നിർമ്മാണം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പ്രയോജനകരമാകുന്ന രീതിയിൽ കട്ടിളവെപ്പ് ചടങ്ങ് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു നോക്കാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. കട്ടിളവെപ്പ് ചടങ്ങ് നടത്തുന്നത് നല്ലൊരു മുഹൂർത്തത്തിലായിരിക്കണം. മുഹൂർത്തത്തിന്റെ ശുഭാശുഭങ്ങൾ ആ ഗൃഹത്തെയും ഗൃഹനിർമ്മാണം നടത്തുന്ന വീട്ടുകാരെയും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല മുഹൂർത്തം നോക്കി ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ സമീപിച്ചുകൊണ്ട് വേണം മുഹൂർത്തം തിരഞ്ഞെടുത്ത് ആ മുഹൂർത്തത്തിൽ കട്ടിളവെപ്പ് നടത്താനായിട്ട്. എൻ്റെ അറിവിൽ പലരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരും അവധി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ പെട്ടെന്ന് ഒരു കട്ടിളവെപ്പിനുള്ള ഒരു തീയതി നിശ്ചയിച്ച് അശുഭമായ ദിവസങ്ങളിലൊക്കെ കട്ടിളവെപ്പ് നടത്താറുണ്ട്. അതൊക്കെ പിന്നീട് ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. പല വിധത്തിലുള്ള തടസ്സങ്ങൾ അവർക്കുണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഥമ പരിഗണന നല്ല മുഹൂർത്തത്തിനായിരിക്കണം. അല്പം താമസിച്ചാലും നല്ല മുഹൂർത്തത്തിൽ തന്നെ കട്ടിളവെപ്പ് ചടങ്ങ് നടത്തുക. സ്ഥപതി അഥവാ ഈ ഗൃഹനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന മേസ്ത്രിക്ക് കട്ടിളവെപ്പ് ചടങ്ങ് കാർമ്മികത്വം വഹിക്കാവുന്നതാണ്. മേസ്ത്രി പൂജ ചെയ്ത് കട്ടിളയെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം മുഹൂർത്ത സമയത്ത് കട്ടിള സ്ഥാപിക്കേണ്ടതാണ്. കട്ടിള കർമ്മിയാൽ അല്ലെങ്കിൽ മേസ്ത്രിയാൽ പൂജിക്കപ്പെടുമ്പോൾ അത് അനുകൂല ഊർജത്തിലേക്ക് എത്തുന്നു. കട്ടിളപ്പടി കൂടുതൽ ഊർജം പ്രസരിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അലങ്കാരങ്ങൾ നടത്താവുന്നതാണ്. പുഷ്പങ്ങൾ, വെറ്റില, അതേപോലെയുള്ള പ്രാദേശികമായി ലഭ്യതയുള്ള സാധന സാമഗ്രികളെ കൊണ്ട് കട്ടിള അലങ്കരിച്ച് ചടങ്ങ് നടത്തുമ്പോൾ വയ്ക്കാവുന്നതാണ്. പ്രാദേശികമായി പല സ്ഥലത്തും അത്തരത്തിൽ അലങ്കാരത്തിന് പ്രത്യേകതകളുണ്ട്. അതൊക്കെ അതാത് സ്ഥലത്തെ പ്രത്യേകതകൾ അനുസരിച്ച് അലങ്കരിക്കാവുന്നതാണ്. അലങ്കാരങ്ങളൊക്കെ ആ കട്ടിളയ്ക്ക് ഊർജവും അഭൗമമായിട്ടുള്ള ചൈതന്യവും നൽകുന്നതാണ്. പലരും കട്ടിള വെപ്പ് നടത്തുമ്പോൾ മേസ്ത്രിമാര് ഇതങ്ങ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം മേസ്ത്രിമാർ ഇതെടുത്ത് കട്ടിള യഥാസ്ഥാനത്ത് വയ്ക്കുമ്പോൾ ഗൃഹനാഥനെയും ഗൃഹത്തിലെ മറ്റംഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരെയും കട്ടിളയിൽ തൊട്ട് നിൽക്കുവാനായിട്ട് ആവശ്യപ്പെടേണ്ടതാണ്. അവരെയും കൂടി ഇതിനകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം കട്ടിള വയ്പ്പിക്കാൻ. കട്ടിള വെച്ചതിന് ശേഷം സ്ത്രീകൾ നിറകുടവുമായി കട്ടിളപ്പടി കടന്ന് അകത്തേക്ക് കയറേണ്ടതാണ്. ഗൃഹനാഥയോ ഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്ത്രീകള് കട്ടിളപ്പടി കടന്ന് നിറകുടവുമായി അകത്തേക്ക് പോകുന്നത് ഉത്തമമാണ്. കുടത്തിൽ വെള്ളം നിറച്ച നിറകുടവുമായിട്ട് വേണം അകത്തേക്ക് കയറാൻ. ആ അകത്തേക്ക് കയറിയതിനു ശേഷം ആ നിറകുടത്തിലെ ജലം ഈശാന കോണിൽ അഥവാ വടക്ക് കിഴക്ക് മൂലയിൽ ആ വീടിന്റെ അകത്തായിട്ട് ഒഴിക്കേണ്ടതാണ്. കട്ടിളവെപ്പ് എന്ന ചടങ്ങ് ഇതോടുകൂടി അവസാനിക്കുന്നതാണ്. അതിനുശേഷം കർമ്മം ഏറ്റെടുത്ത് ചെയ്ത ആൾക്ക് ദക്ഷിണ കൊടുത്ത് ആ ചടങ്ങിനെ പൂർത്തീകരിക്കാവുന്നതാണ്. തർക്കങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി വേണം ഈ കർമ്മങ്ങൾ ഏർപ്പെടാനായിട്ട്. കട്ടിളവെപ്പ് എന്നുള്ള ചടങ്ങ് ഗൃഹനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ്. കല്ലിടീലിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് കട്ടിളവെപ്പും. അതും വളരെ ഭംഗിയായിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ചെയ്താൽ ആ വീട്ടിലെ അന്തേവാസികൾക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീട് വെക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവര് അനുയോജ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ്. പലരും വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ തിരക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് യോജിക്കാത്ത ഭൂമിയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിനകത്ത് വീട് വെച്ചതിന് ശേഷം പിന്നീട് കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുമ്പോൾ, ജീവിതം പിന്നോട്ടടിക്കുമ്പോൾ വാസ്തുശാസ്ത്ര വിദഗ്ധനെയൊക്കെ കാണിച്ചിട്ട് വേണ്ട പരിഹാരങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അത് നഷ്ടത്തിലേക്ക് കലാശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അല്പമെങ്കിലും വടക്കോട്ടോ കിഴക്കോട്ടോ ചായ്വുള്ള ഭൂമി തിരഞ്ഞെടുക്കുക എന്നർത്ഥം. അതല്ലാത്ത പക്ഷം അതിനെ ആ രീതിയിൽ ക്രമീകരിക്കുന്നതും ശുഭകരമാണ്. വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി സമചതുരമോ ദീർഘചതുരമോ ആകാം.
അങ്ങനെ അല്ലാത്ത സ്ഥിതിയിൽ അത് ഭൂമിയെ വേർതിരിച്ചുകൊണ്ട് സമചതുരമോ ദീർഘചതുരമോ ആക്കി ഭൂമിയെ ചതുരശ്രീകരിച്ച് മാറ്റിയെടുക്കേണ്ടതാണ്. ദീർഘചതുര ഭൂമി എപ്പോഴും തെക്ക് വടക്ക് നീളത്തിലാണ് ഉത്തമമായിട്ട് പറയുന്നത്. ഉത്തമമായിട്ടുള്ള ഒരു ഭൂമിയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്ന ഏതാനും ചില കാര്യങ്ങളെ കൂടി നമുക്ക് ഇപ്പോൾ ഒന്ന് പറയാം. വൃക്ഷലതാദികൾ വളരുന്ന സ്ഥലം, ജലത്തിന്റെ ലഭ്യതയുള്ള സ്ഥലം, സൂര്യകിരണങ്ങൾ പതിക്കുന്ന സ്ഥലം, ഇളം കാറ്റ് വീശുന്ന സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള ഭൂമി ഉത്തമ ശുഭഗണത്തിൽ പെടുന്ന ഭൂമികളായിട്ടാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ വീട് പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് വാഹന സൗകര്യം അത്യന്താപേക്ഷിതമാണ്. ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ ഭൂമി പൂജ ചെയ്യാവുന്നതാണ്. നല്ലൊരു കർമ്മിയെ കൊണ്ട് ഭൂമി പൂജ ചെയ്യുന്നത് ആ സ്ഥലത്തെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കി അവിടെ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് അത് സഹായിക്കും. കുടിവെള്ളത്തിന്റെ ആവശ്യത്തിനായിട്ട് കുംഭം രാശിയിലോ മീനം രാശിയിലോ ഒരു കിണർ കുഴിക്കുന്നതും ശുഭകരമാണ്. ചെറിയ ഭൂമിയാണെങ്കിൽ കെട്ടിടത്തിന്റെ സാധന സാമഗ്രികൾ ഇറക്കുവാൻ ആവശ്യത്തിന് അല്പം സ്ഥലം നീക്കി വെച്ചുകൊണ്ട് വേണം ഭൂമിയെ തിരിക്കുവാനായിട്ട്. വീട് വയ്ക്കുമ്പോൾ ഈശാന ഖണ്ഡത്തിലേക്ക് വരുന്ന രീതിയിലോ നിർതി ഖണ്ഡത്തിലേക്ക് വരുന്ന രീതിയിലോ ആണ് ഗൃഹത്തിന്റെ സ്ഥാനം കാണുവാനായിട്ട്. അതെല്ലാം വാസ്തുശാസ്ത്ര വിദഗ്ധന്റെ നേതൃത്വത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ആ കാര്യങ്ങളിലൊക്കെ ലാഭം നോക്കി അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വഴിയും വിശാലമായ വഴി ഒഴിച്ചിട്ടതിന് ശേഷം ബാക്കി ഭാഗങ്ങളിലൊക്കെ ദിക്കുകളിലൊക്കെ മതില് കെട്ടിയോ അല്ലാത്ത പക്ഷം സാമ്പത്തികം സൂക്ഷിച്ച് ചെലവാക്കുന്നവരാണെങ്കിൽ വേലി കെട്ടിയോ ഒക്കെ തിരിച്ച് സംരക്ഷിക്കേണ്ടതാണ്. പുറമേ നിന്നുള്ള നെഗറ്റീവ് ഊർജങ്ങളെ അകത്തേക്ക് നമ്മുടെ ഗൃഹനിർമ്മാണത്തിൽ ദോഷകരമായി ബാധിക്കാതിരിക്കാൻ അത് സഹായിക്കും. അതായത് പ്രകൃതിയുടെ അദൃശ്യമായിട്ടുള്ള ശക്തിയുടെ ദോഷകരമായിട്ടുള്ള ശക്തിയുടെ കടന്നുകയറ്റം ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള മതില് പോലെയുള്ള കാര്യങ്ങൾ സഹായിക്കും എന്നർത്ഥം. കഴിവതും വളരെ വേഗത്തിൽ പണി പൂർത്തീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യം. ഉത്തമമായിട്ടുള്ള നല്ല മുഹൂർത്തത്തിൽ വേണം കുറ്റിയടിക്കുവാൻ. സ്ഥിരവാസ്തു പ്രകാരം കന്നിമൂലയിൽ നമുക്ക് കല്ലിടാവുന്നതാണ്. അതായത് ശിലാസ്ഥാപന കർമ്മം ചെയ്യാവുന്നതാണ്. ശിലാസ്ഥാപന കർമ്മത്തിന്റെ ചടങ്ങുകളെ കുറിച്ച് മറ്റൊരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാവുന്നതാണ്. ചരവാസ്തു സമ്പ്രദായത്തിൽ കല്ലിടുന്ന മാസത്തിന്റെ 10ാമത്തെ രാശി എവിടെയാണോ വരുന്ന ആ ഭാഗത്ത് കല്ലിടാൻ സ്ഥാനം കണ്ടെത്താവുന്നതുമാണ്. എന്നാൽ പൊതുവെ കേരളത്തിൽ കന്നിമൂലയിലാണ് കല്ലിടിൽ നടത്താറുള്ളത്. നല്ല മുഹൂർത്തത്തിലായിരിക്കണം എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വിദഗ്ധനായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്രകാരന്റെ നേതൃത്വത്തിലായിരിക്കണം. അല്ലാത്ത പക്ഷം വീട് വെച്ചതിന് ശേഷം ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ പിന്നീട് നോക്കി തിരുത്തലുകൾ നടത്തുന്നത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ വീട് എന്നുള്ള പദ്ധതി ഉദയം ചെയ്യുമ്പോൾ തന്നെ വാസ്തുശാസ്ത്ര വിദഗ്ധനുമായി തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. അത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്. ഇന്ന് ഞാൻ പറയുന്നത് ദിക്കുകളും വാസ്തുശാസ്ത്രവുമാണ്. കോൺ തിരിഞ്ഞ വീടുകളും മറ്റും നിർമ്മിക്കുമ്പോൾ അത് പിന്നീട് ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ ആരും ഗൗനിക്കാറില്ല. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വാസ്തുശാസ്ത്രത്തിന്റെ വിരുദ്ധത അവർക്ക് മനസ്സിലാകുകയും പിന്നീട് അതിന് മാറ്റങ്ങൾ വരുത്തി പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടാകുകയും ഒക്കെ ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. നിരവധിയായിട്ടുള്ള അത്തരം അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുന്നത്. കോൺ തിരിഞ്ഞ വീടുകളിൽ ദിക്ക് കൃത്യമല്ലാതെ വീടുകൾ വയ്ക്കുന്നത് അശുഭമാണ്. അത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് ആ കാര്യത്തെ ഒന്ന് പരിശോധിക്കാം. ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലൂടെ മുമ്പോട്ട് പോകാം. വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായിട്ട് ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദിക്കിനനുസരിച്ച് ഗൃഹം നിർമ്മിക്കുക എന്നുള്ളതാണ്. 4 പ്രധാനമായിട്ടുള്ള ദിക്കുകളുണ്ട്: കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ദിക്കുകൾ. ഇതിലേതെങ്കിലും ഒരു ദിക്കിന് അഭിമുഖമായിട്ട് വീട് തെരഞ്ഞെടുത്ത് നിർമ്മിക്കുകയാണെങ്കിൽ അത് ആ വീട്ടിലുള്ളവർക്ക് ഐശ്വര്യത്തെ നൽകും. അതേപോലെ തന്നെ വലിയ പ്ലോട്ടുകളൊക്കെ ചെറിയ പ്ലോട്ടുകളാക്കി തിരിച്ച് ഇടയ്ക്കൊക്കെ വഴിയും ഒക്കെ ഇട്ട് അതിൽ വീടുകൾ വയ്ക്കുമ്പോൾ വഴിക്കും ദിക്കിനും അനുസരിച്ചുള്ള ഗൃഹം വയ്ക്കുന്നത് ആ വീട്ടിലുള്ളവർക്ക് അന്തേവാസികൾക്ക് ഐശ്വര്യത്തെ നൽകും. ദിക്കിന് സമാന്തരമായിട്ട് വേണം വീട് വയ്ക്കാൻ. അതേസമയം തന്നെ വഴിയുടെ സ്ഥിതിയും ദിക്കിനനുസരിച്ച് പ്രാധാന്യം കൊടുക്കണം. ഗൃഹത്തിന്റെ ദർശനത്തെ പറ്റി പറയുമ്പോൾ ആദ്യം ദിക്കുകളെയാണ് നാം ചിന്തിക്കേണ്ടത്. ഭൂമിയിൽ 8 ദിക്കുകളുണ്ട്: കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് എന്നീ ഇങ്ങനെ 8 ദിക്കുകൾ. അതിൽ വീട് വയ്ക്കാൻ അനുകൂലമായിട്ടുള്ളത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ പ്രധാന ദിക്കുകളാണ്.
കോൺ ദിക്കുകൾ ഒരിക്കലും ഗൃഹം നിർമ്മിക്കുവാനായിട്ട് പാടില്ല, അത് അനർത്ഥങ്ങൾ സൃഷ്ടിക്കും. ഈ പ്രധാന ദിക്കുകളെ മഹാദിക്കുകൾ എന്ന് പറയും. തെക്ക് കിഴക്ക് കോൺ ദിക്ക്, തെക്ക് പടിഞ്ഞാറേ കോൺ ദിക്ക്, വടക്ക് പടിഞ്ഞാറേ കോൺ ദിക്ക്, വടക്ക് കിഴക്കേ കോൺ ദിക്ക്, ഇതൊക്കെ കോൺ ദിക്കുകൾ എന്നാണ് പറയുന്നത്. അതായത് വിദിക്കുകൾ എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ദിക്കിലേക്ക് അഭിമുഖമായിട്ട് ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ അത് ദോഷകരമായിട്ട് അന്തേവാസികളെ ബാധിക്കാം. ഊർജത്തിന് വിപരീതമാണ് എന്നുള്ളത് തന്നെ ആ വീട്ടിൽ അന്തേവാസികൾക്ക് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അത്തരത്തിലുള്ള ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതല്ല, അത് വാസയോഗ്യമല്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ടുള്ള ദിശകളിലേക്ക് തന്നെ വീട് വയ്ക്കേണ്ടതാണ്. ചില വഴികളൊക്കെ വിധിക്കായിട്ടുള്ളത് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ വീട് വയ്ക്കുമ്പോൾ വഴിക്ക് സമാന്തരമായിട്ട് എലവേഷൻ വരുന്ന രീതിയിൽ കോൺ ദിക്കുകളിലേക്ക് വീട് തിരിച്ചു വെച്ചുകൊണ്ട് ഭംഗി മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ കാലത്ത് ഗൃഹം നിർമ്മിക്കാറുണ്ട്. അതൊക്കെ പിന്നീട് ദോഷകരമായിട്ട് ബാധിക്കും. അതൊന്നും പാടില്ലാത്തതാണ്. ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. വീട് പണിതതിന് ശേഷം ഭംഗിയിലല്ല കാര്യം, അതിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ലഭിക്കണമെങ്കിൽ വാസ്തുശാസ്ത്ര നിയമങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇത് നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിധിക്കിൽ വെച്ച വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഭാഗ്യദോഷത്തിന്റെയും അതുവഴിയുള്ള അവരുടെ ജീവിതത്തെയും അത് സാരമായി ബാധിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളിലേക്ക് പ്രത്യേകമായി എടുത്ത് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ മുതൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പല ആൾക്കാരും പ്ലാൻ വരയ്ക്കാനായിട്ട് ആളിനെ ഏർപ്പെടുത്തും. പ്ലാൻ വരയ്ക്കുന്നവർ വാസ്തുശാസ്ത്രം എല്ലാം നോക്കിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയും. പക്ഷെ യാതൊരു തരത്തിലും വാസ്തുശാസ്ത്രത്തെ അനുശാസിക്കാതെയാണ് 90% പ്ലാൻ വരയ്ക്കുന്നവരും ചെയ്യുന്നത്. പലരും അറിവില്ലായ്മ മൂലം അത്തരത്തിൽ അവരുടെ വാക്ക് കേട്ട് പിന്നീട് കുഴപ്പങ്ങളിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ ആ പ്ലാൻ കാണിച്ച് ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രം അതിന് അപ്രൂവൽ കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വാസ്തുശാസ്ത്രപരമായിട്ട് സമ്പൂർണമായിട്ട് അനുശാസിച്ച് വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് വ്യക്തമായ എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ട് വേണം പ്ലാൻ വരയ്ക്കാനായിട്ട് ഏൽപ്പിക്കാൻ. പണി കഴിപ്പിക്കുമ്പോൾ വീടിന് എത്ര മുറികൾ ഉണ്ടാകണം, മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്ന വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് വീട് വെക്കുന്നവർക്ക് പ്ലാൻ വരയ്ക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകണം. പ്രധാനപ്പെട്ട മുറികളും സംബന്ധിച്ച് നല്ലൊരു അറിവുള്ള ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാസ്തുശാസ്ത്ര പ്രകാരം ഇന്ന സ്ഥാനങ്ങളിൽ ഇന്ന മുറികൾ വേണമെന്ന് പ്ലാൻ വരയ്ക്കുന്നവരോട് നിർദ്ദേശിക്കാനാകും. അത്തരത്തിലൊരു അറിവാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്. പ്രധാനപ്പെട്ട കിടപ്പുമുറി തെക്ക് പടിഞ്ഞാറ് മൂലയിലായിരിക്കണം എന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. അതിന് സാധിക്കാത്തവർ തത്തുല്യമായിട്ടുള്ള പ്രധാന ബെഡ്റൂമിന് യോജിച്ച സ്ഥലത്ത് വയ്ക്കണം. അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് എന്നീ ഭാഗങ്ങളിലും പ്രധാന മുറികൾ വരാവുന്നതാണ്. എന്നാൽ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള മുറി തന്നെയാണ്. അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമം തെക്ക് കിഴക്ക് തന്നെയാണ്. വടക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ഒക്കെ അടുക്കളയ്ക്ക് ഉത്തമം തന്നെയാണ്. എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന കോണാണ്. അവിടെ ഈശ്വരൻ വസിക്കേണ്ട സ്ഥാനമാണ്. പൂജാമുറിയുടെയും മറ്റു സ്ഥാനമാണ്. അവിടെ മത്സ്യമാംസാദികളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പരമാവധി വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് അടുക്കള ഒഴിവാക്കി തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ആക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വയ്ക്കുമ്പോഴും ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരിക്കലും പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാൻ പാടില്ല. അത് ശാസ്ത്രവിരുദ്ധമാണ്. അങ്ങനെ വരുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നോ അതല്ല എങ്കിൽ വടക്കോട്ട് തിരിഞ്ഞു നിന്നോ, അതായത് കുബേരന്റെ ദിക്കിനെ നോക്കി നിന്നോ പാചകം ചെയ്യണമെന്നാണ്. അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വടക്ക് പടിഞ്ഞാറേ അടുക്കള ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രധാന കിടപ്പുമുറി, അടുക്കള എന്നീ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ പ്രധാനമാണ് സ്റ്റെയർ കേസ്. വീടിന്റെ സ്റ്റെയർ കേസ് ഒരു കാരണവശാലും വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് ആരംഭിക്കരുത് എന്നാണ്. വീടിന്റെ സ്റ്റെയർ കേസ് എല്ലായ്പ്പോഴും പ്രദക്ഷിണമായി തന്നെ വേണം. വടക്ക് കിഴക്ക് മൂലഭാഗം എന്ന് പറയുന്നത് വാസ്തുപുരുഷന്റെ ശിരസാണ്. ശിരസിന് മുകളിൽ വരുന്ന രീതിയിൽ ഒരു കാരണവശാലും സ്റ്റെയർ കേസ് ആരംഭിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ബ്രഹ്മസ്ഥാനം
വീടിന്റെ മധ്യഭാഗം അവിടെയും സ്റ്റെയർ കേസ് ആരംഭിക്കാൻ പാടില്ല, സ്റ്റെയർ കേസ് വരാൻ പാടില്ല. ബ്രഹ്മസ്ഥാനം എല്ലായ്പ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന, ഭിത്തിയൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗമായിട്ട് തന്നെ വരണം. അതായത് വീടിന്റെ ഒത്ത മധ്യം എന്നർത്ഥം. വീടിന്റെ 4 പ്രധാന കോർണറുകളിലും മൂലകളിലും ടോയ്ലറ്റുകൾ വരാൻ പാടില്ല എന്നാണ്. എന്നാൽ കേരളത്തിന് വെളിയിലുള്ള ചില വാസ്തുശാസ്ത്ര വിദഗ്ധരൊക്കെ തെക്ക് കിഴക്ക് മൂലയിലും വടക്ക് പടിഞ്ഞാറ് മൂലയിലും ഒക്കെ ടോയ്ലറ്റുകൾ വരാമെന്നും പറയുന്നുണ്ട്. പരമാവധി ഇത്തരം ഭാഗങ്ങളിലൊക്കെ ടോയ്ലറ്റുകൾ ഒഴിവാക്കുക. പ്രധാന വാതിൽ വീടിന്റെ ഏത് ദിക്കിലേക്കാണ് എങ്കിൽ പോലും ആ ദിക്കിന്റെ ഉച്ചസ്ഥാനത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. കന്നിമൂലഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് കാർ പോർച്ച് പണിയുന്ന ചില പ്രവണതയുമുണ്ട്. അത് തെറ്റാണ്, ദോഷകരമാണ്. കാർ പോർച്ചിന് എല്ലായ്പ്പോഴും തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളാണ് ഉത്തമമായിട്ടുള്ളത്. പൂജാമുറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനം വടക്ക് കിഴക്ക് ഭാഗമാണ്. കൂടാതെ കിഴക്കിന്റെ ഇതര ഭാഗങ്ങൾ ഏതാണ്ട് കിഴക്ക് വശത്തെ വടക്ക് നിന്ന് തെക്കോട്ട് മധ്യഭാഗം വരെയും നമുക്ക് ആവശ്യമെങ്കിൽ പൂജാമുറിക്ക് സ്ഥാനം കണ്ടെത്താം. പൂജാമുറിയെ സംബന്ധിച്ച് മറ്റു ഭാഗങ്ങളെല്ലാം മധ്യമമാണ്. പ്ലാൻ വരയ്ക്കുമ്പോൾ അശ്രദ്ധ പാടില്ല. പ്ലാൻ വരയ്ക്കുന്നവർ ഇതൊക്കെ വാസ്തുശാസ്ത്രപരമായിട്ടാണ് എന്ന് പറയും. എന്നിരുന്നാലും അതൊന്നും തന്നെ 1% പോലും ചിലപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരമായിരിക്കണമെന്നില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും രണ്ടാമതൊരാളുടെ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ചെയ്യണം. അല്ലാത്ത പക്ഷം അത് പിന്നീട് കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടും. പ്ലാൻ വരയ്ക്കുന്നവർ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ എളുപ്പത്തിനനുസരിച്ചായിരിക്കും വരയ്ക്കുന്നത്. ഒരു നല്ല വാസ്തുശാസ്ത്ര വിദഗ്ധനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്കത് കൃത്യമാക്കാവുന്നതാണ്. ശിലാസ്ഥാപനം അഥവാ കല്ലിടിയിൽ ആ ചടങ്ങിന്റെ മഹത്വവും ആ ചടങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ജ്യോതിഷപ്രകാരം ഒരു ശിശു ജനിക്കുമ്പോൾ ജാതകം എപ്രകാരമാണോ എഴുതുന്നത് അതേപോലെയാണ് കല്ലിടുമ്പോൾ ഉള്ള സമയത്തെ കൊണ്ട് നമുക്ക് ആ വീടിന്റെ ഭാവി നിർണ്ണയിക്കാം എന്നുള്ളത്. തറക്കല്ലിടുന്ന സമയത്തെ നിമിത്തങ്ങളും ദീപലക്ഷണവും ആ മുഹൂർത്തത്തിന്റെ പ്രാധാന്യവും എല്ലാം ആ വീടിന്റെ ഭാവിയെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉത്തമമായിട്ടുള്ള സമയത്തായിരിക്കണം തറക്കല്ലിടുന്നത്, അതായത് ശിലാസ്ഥാപനം നടത്തേണ്ടത്. കല്ലിടുമ്പോൾ കോൺ തിരിഞ്ഞു വീഴുന്നതും ഒക്കെ നോക്കി ഭാവി പ്രവചിക്കാറുണ്ട്. അങ്ങനെ വീട് പണിയുടെ തന്നെ ജാതകം നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. ശരവാസ്തു സമ്പ്രദായ പ്രകാരം ഏതു മാസത്തിലാണോ ശിലാസ്ഥാപനം നടത്തുന്നത് ആ മാസത്തിന്റെ 10ാമത്തെ രാശിയിൽ ശിലാസ്ഥാപനം നടത്താമെന്നൊരു വിധിയുണ്ട്. എന്നാൽ കേരളത്തിൽ കന്നിമൂലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്ഥിരവാസ്തു എന്ന സമ്പ്രദായ പ്രകാരം കന്നിമൂലയിൽ നാം ഒക്കെ ശിലാസ്ഥാപനം നടത്തുകയാണ് പതിവ്. അതിലും തെറ്റില്ല, രണ്ടായാലും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതായത് ഉദാഹരണമായിട്ട് മേടമാസത്തിലാണ് കല്ലിടുന്നതെങ്കിൽ വീടിന്റെ മകരം രാശി വരുന്ന സ്ഥാനത്ത് കല്ലിടാവുന്നതാണ്. പൊതുവെ നമ്മുടെ കേരളത്തിൽ വീടിന്റെ കന്നിമൂലയിലാണ് കല്ലിടുന്നത്. ശിലാസ്ഥാപനം എന്ന കർമ്മം നിർവഹിക്കേണ്ടത് വീട്ടിലെ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ മറ്റ് മുതിർന്ന കാരണവന്മാരോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരോ അത്തരത്തിൽ മഹനീയമായിട്ടുള്ള വ്യക്തിത്വമുള്ളവർക്കോ ഒക്കെ ആ കർമ്മത്തെ നിർവഹിക്കാവുന്നതാണ്. ശിലാസ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രസ്തുത ശില വിധിപ്രകാരം പൂജാകർമ്മങ്ങൾ ചെയ്ത ശിലയായിരിക്കണം. പൂജാകർമ്മങ്ങൾ തന്ത്രശാസ്ത്ര വിധിപ്രകാരം ചെയ്യണമെന്ന് നിർബന്ധമില്ല. തച്ചുശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള ആ പണിയുടെ മേൽനോട്ടം വഹിക്കുന്ന ശില്പിക്കും ആ കർമ്മത്തെ നിർവഹിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ശിലയെ പൂജിച്ച് ആ കർമ്മത്തെ, മഹത് കർമ്മത്തെ നിർവഹിക്കാവുന്നതാണ്. ആ തച്ചുശാസ്ത്ര വിദഗ്ധന്റെ മേൽനോട്ടത്തിലായിരിക്കണം ആ ശിലാസ്ഥാപന കർമ്മം നടത്തേണ്ടത് എന്നർത്ഥം. ശിലാസ്ഥാപനം നടത്തുമ്പോൾ അടിയിൽ രത്നങ്ങളും നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും സ്വർണവും ഒക്കെ കുഴിച്ചിടുന്ന അല്ലെങ്കിൽ അടിയിൽ സൂക്ഷിക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു. അത് ഭാവി തലമുറയിലേക്ക് വേണ്ടി കരുതലെടുക്കുന്ന ഒരു കാലമായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ഒരു കരുതലിന് വേണ്ടി ആ കുടുംബത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ആ കാലത്തൊക്കെ ഇപ്രകാരം ചെയ്തിരുന്നത്. ഇന്ന് അത് പ്രായോഗികമല്ല, അതിൽ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. അത്തരത്തിൽ നാണയങ്ങളോ സ്വർണമോ രത്നമോ ഒന്നും കല്ലിടുന്നതിന്റെ അടിയിൽ വെക്കണമെന്ന് എങ്ങും നിർബന്ധമില്ല. ശിലാസ്ഥാപന കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് വാസ്തുപൂജ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. വാസ്തുപൂജ ചെയ്യാത്ത പക്ഷം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഗ്രഹനാഥന്റെയും ഗ്രഹനാഥയുടെയും ഒക്കെ പേരിൽ പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങി ശിലാസ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും പുരയിടവും ശുദ്ധിയാക്കുന്നത്, ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതും ഒക്കെ ഉത്തമമാണ്. കൂടാതെ അവരവരുടെ കുടുംബക്ഷേത്രത്തിലുമൊക്കെ വഴിപാട് നടത്തി അന്നേ ദിവസം വ്രതശുദ്ധിയോടുകൂടി ചടങ്ങ് ചെയ്യുകയാണെങ്കിൽ ശുഭകരമായി തീരും.
ഒരു ശിശുവിന്റെ ജനനം എപ്രകാരമാണോ നാം കരുതലെടുത്ത് ചെയ്യുന്നത്, അതേപോലെ തന്നെ മനഃശുദ്ധിയോടും വ്രതശുദ്ധിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയുമാണ് ശിലാസ്ഥാപനം എന്ന കർമ്മവും നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഉത്തമമായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിച്ച് നല്ല ശ്രദ്ധയോടുകൂടി ഈ കർമ്മത്തെ നടത്തുക, നല്ല ഫലം അതിൽ നിന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ശിലാസ്ഥാപന കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഇന്നത്തെ കാലത്ത് വിവാഹബന്ധം വേർപെടുത്തുക എന്നുള്ളത് ഒരു ഫാഷനായി തന്നെ മാറിയിരിക്കുകയാണ്. നിരവധി ആളുകളുടെ വിവാഹബന്ധം വളരെ എളുപ്പം തന്നെ വേർപെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ടൊക്കെ വിവാഹം കഴിച്ചിട്ടും യോജിച്ചു പോകുവാൻ പലർക്കും സാധിക്കുന്നില്ല. വീട്ടുകാർ ആലോചിച്ച് വിവാഹം നടത്തിയതായാലും ഇഷ്ടപ്പെട്ട് സ്വന്തം തീരുമാനപ്രകാരം വിവാഹം നടത്തിയിട്ടും ഒക്കെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുകയാണ്. വിവാഹമോചനത്തിന് വാസ്തുശാസ്ത്രവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം പ്രതികൂല ഊർജങ്ങൾ ഉള്ള ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് വിവാഹമോചനം, അതായത് ദാമ്പത്യ ക്ലേശത്തിന് സാധ്യതയുണ്ട്. അത്തരത്തിൽ വിവാഹമോചനവും ദാമ്പത്യ ക്ലേശം ഒഴിവാക്കാനും ഒക്കെയുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള 6 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള വൈകാരികവും മാനസികവുമായിട്ടുള്ള വിയോജിപ്പ് വിവാഹമോചനങ്ങൾക്ക് ഒരു കാരണമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങളെ ആകെ അത് ശിഥിലമാക്കാറുണ്ട്, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തെ. വൈകാരികവും മാനസികവുമായിട്ടുള്ള യോജിപ്പ്, പരസ്പര ധാരണ ഇവയൊക്കെ ഒരു വിവാഹ ബന്ധം നിലനിൽക്കുന്നതിന് സഹായിക്കും. എത്ര സൂക്ഷിച്ചാലും എത്ര കാര്യങ്ങളൊക്കെ അനുകൂലമായാലും ഈശ്വരാധീനമില്ലെങ്കിൽ ഇതിനൊക്കെ വിപരീത അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട് വിവാഹം നടത്തുന്ന അവസരങ്ങളിൽ പോലും ഒരുപക്ഷെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നത്, ദാമ്പത്യ ക്ലേശങ്ങൾ വർദ്ധിക്കുന്നത്. ജാതകപ്രകാരമുള്ള ദോഷങ്ങളും ശാപാദി ദുരിതങ്ങളും വാസ്തുദോഷവുമൊക്കെ വിവാഹബന്ധങ്ങൾ മുറിയുന്നതിന് കാരണമാകാറുണ്ട്. കിടപ്പുമുറിയിലും ഒരു ഗ്രഹത്തിലുമൊക്കെ അനുകൂല തരംഗങ്ങൾ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ ആ ജീവിതത്തിൽ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഗ്രഹത്തിൽ പോസിറ്റീവ് തരംഗങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് അത് സഹായകരമാകും. പ്രത്യേകിച്ച് ശയനമുറിയിൽ വാസ്തു അനുകൂലമായെങ്കിൽ മാത്രമേ അവിടെ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവിടുത്തെ ബന്ധങ്ങൾ വഷളാകുകയും അത് മാനസികമായിട്ടുള്ള അകൽച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മാനസിക അകൽച്ച ഒഴിവാക്കാൻ വാസ്തുശാസ്ത്രം അനുകൂലമാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒഴിവാക്കുന്നതിനായിട്ട് ശയനമുറിയിൽ ചെയ്യേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് ശയനമുറി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് സജ്ജീകരിക്കുക എന്നുള്ളതാണ്. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം, വടക്ക് ഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിൽ എവിടെങ്കിലും ആയിരിക്കണം കിടപ്പുമുറി. അങ്ങനെ വെക്കുന്ന പക്ഷം അനുകൂല തരംഗങ്ങൾ ആ മുറിയിൽ നിറഞ്ഞു നിൽക്കും. അത് പരസ്പര ഐക്യത്തിനും ആകർഷണത്തിനും സഹായകരമാകും. സംഘർഷങ്ങളെല്ലാം ഒഴിഞ്ഞ് നല്ല ഐക്യത്തിനും സമാധാനത്തിനും അത് സഹായകരമാകും. രണ്ടാമത്, കിടപ്പുമുറിയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് അനുകൂല തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ആ ശയനമുറിയിൽ സജ്ജീകരിക്കേണ്ടതാണ്. അതായത് അനുകൂല തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങളോ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ശയനമുറിയിൽ അതിന് പകരമായിട്ട് സജ്ജീകരിക്കുക. കഴിവതും അത്തരത്തിൽ പ്രതികൂല തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റും ഒഴിവാക്കുകയാണ് വേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ശയനമുറിയിൽ അനുകൂല ഊർജത്തെ കൊണ്ടുവരിക. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്, ദൈവങ്ങളുടെയും പൂർവികരുടെയും ചിത്രങ്ങൾ ശയനമുറിയിൽ പാടില്ല എന്നുള്ളതാണ്. ദൈവങ്ങളുടെ ചിത്രങ്ങളുടെ കാര്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും മറ്റും അപൂർവം ചില ചിത്രങ്ങൾ ശയനമുറിയിൽ വെക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മറ്റ് ദേവതകളുടെ ചിത്രങ്ങൾ ശയനമുറിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പൂർവികരുടെ ചിത്രങ്ങളും ഒഴിവാക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനുകൂല ഊർജം പ്രദാനം ചെയ്യുന്ന ചിത്രങ്ങൾ അതിന് പകരമായിട്ട് വയ്ക്കാം. ഇണക്കുരുവികൾ തുടങ്ങി അതേപോലെ അനുകൂല ഊർജത്തെ നൽകുന്ന ചിത്രങ്ങൾ പകരമായിട്ട് വയ്ക്കാം. അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് ദമ്പതികൾക്കിടയിൽ ഐക്യത്തിനും സമാധാനത്തിനും പരസ്പര ധാരണയ്ക്കും സഹായകരമാകും. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കിടക്ക പ്രധാന വാതിലിന് നേരെയായി വരാൻ പാടില്ല എന്നുള്ളതാണ്. വാതിലിന് നേരെ അല്ലാത്ത രീതിയിൽ അത് ക്രമീകരിക്കേണ്ടതാണ്. തെക്കോട്ട് തലവെച്ചോ കിഴക്കോട്ട് തലവെച്ചോ കിടക്കുന്ന രീതിയിലും കൂടിയായിരിക്കണം. അഞ്ചാമത്, ഒരു കിടക്കയിലായിരിക്കണം ദമ്പതികൾ കിടക്കുന്നത്.
അതേപോലെ തന്നെ ഒരു കിടക്കയിൽ തന്നെ 2 മെത്തകൾ കൂട്ടിച്ചേർത്ത് കിടക്കാതിരിക്കുക. ഒരു മെത്ത ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത പക്ഷം പായോ അതിന് തുല്യമായിട്ടുള്ള ഒരു ഉപകരണത്തിലായിരിക്കണം. ഇനി 6ാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. കട്ടിലിന്റെ ചില ഭാഗങ്ങൾ പൊട്ടിയിരിക്കുക, കീറിയ കിടക്കവിരി, അതേപോലെയുള്ള കാര്യങ്ങൾ പ്രതികൂല ഊർജത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അഥവാ പരിഹരിച്ചുകൊണ്ട് കിടപ്പുമുറി സജ്ജീകരിക്കേണ്ടതാണ്. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശയനമുറിയുമായി ബന്ധപ്പെട്ട് വാസ്തു അനുകൂലമാക്കാൻ പ്രധാനമായി ചെയ്യേണ്ടത്. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ മറ്റൊരു ചാനലായിട്ടുള്ള തീർത്ഥയാത്ര എന്ന ചാനലിൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് നിരവധി അറിവുകൾ നൽകുന്നുണ്ട്. ആ ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.